എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇത് ആദ്യത്തെ ഒഫീഷ്യൽ വീഡിയോ ആണ്. മഹേശ്വരൻ എസിൽ നിന്നും ഇൻസ്റ്റാഗ്രാം പേരായ ആക്ടർ യൂട്യൂബർ മഹിരാവണൻ. എന്തുകൊണ്ട് യൂട്യൂബിന് സെയിം പേരിട്ടൂടാ എന്ന് വിചാരിച്ചു. പക്ഷേ ആക്ടർ യൂട്യൂബർ വിട്ടിട്ട് ജസ്റ്റ് മഹിരാവണൻ എന്നാക്കാം എന്ന് വിചാരിച്ച് ചാനലിൻ്റെ പേര് മഹിരാവണൻ എന്ന് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒഫീഷ്യൽ വീഡിയോ ആണ്. വീട്ടിൽ കല്യാണാലോചനകളൊക്കെ തുടങ്ങിയത് കാരണം അച്ഛനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പല പല മാട്രിമോണി സൈറ്റുകളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ എൻ്റെ പേരിൽ തുടങ്ങിയിട്ടുണ്ട്. പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, നടക്കാൻ ചാൻസ് ഉള്ളത് മാത്രം നോക്കിയാൽ പോരെ, വെറുതെ എന്തിനാ കല്യാണം, ഇതൊക്കെ നമുക്കതിനൊന്നും ടൈമില്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കിട്ടിയാൽ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അച്ഛൻ്റെ റിയാക്ഷൻ എന്താണ് എന്ന് നോക്കാം. എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്നുള്ള അച്ഛൻ്റെ വാദവും എനിക്ക് അതിന് ചാൻസ് ഇല്ല എന്ന് പറയുന്ന എൻ്റെ വാദവും കൂടെ ഇന്ന് ഈ വീഡിയോയിൽ കൺക്ലൂഷൻ എവിടെ എത്തും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ. പെണ്ണ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് ഞാനും, നല്ല പെണ്ണിനെ കിട്ടും, കല്യാണം നടത്തും എന്ന് പറഞ്ഞ അച്ഛനും. സോ ഞാനൊരു 2 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഒരു റിയാക്ഷൻ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ എക്സ്പെക്ടേഷൻസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയോ നാന എന്ന് പറയുന്ന ഒരു തമിഴ് ഷോ ഉണ്ട്. മലയാളത്തിൽ ഷോ അങ്ങനെ ഇല്ല, ഡിബേറ്റ് ഷോ ഇല്ല, നല്ലൊരു ഷോ ഇല്ല. സോ അതുകൊണ്ട് തന്നെ തമിഴ് മലയാളം സെക്ടർ അതൊക്കെ വിടാം, എല്ലായിടത്തും സെയിം അവസ്ഥയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയോ നാന എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് ഷോയിൽ നിന്ന് നമ്മുടെ ബിരിയാണി മാൻ എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒറിജിനൽ എപ്പിസോഡ് നോക്കിയിട്ട് കിട്ടിയില്ല, പഴയൊരു എപ്പിസോഡ് ആയതുകൊണ്ട്. തുടങ്ങാം. എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിനോട്? ஓகே, அப்போ நமக்கு ஸ்டார்ட் ചെയ്യാം. எனக்கு பொண்ணு பார்க்க ஆரம்பிச்சிட்டாங்க. நான் எதுவும் சொல்லங்க, அவங்களா தான் அந்த முடிவுக்கு வந்தாங்க. நம்ம ஆசைப்பட்டதான் கிடைக்கல, சரி கிடைக்கிறத ஆசைப்பட்டு ஏத்துப்போம் அப்படின்றதுக்காக அதுக்கு நான் மறுப்பு தெரிவிக்கல. கூடிய விரைவில் மேரேஜ் vlog கமிங். நானும் கல்யாணம். ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിരിയാണി മാനെ കോപ്പി അടിച്ചെന്നുള്ള സ്റ്റേജ് ആവും. അങ്ങനെ വേണ്ട, പോട്ടെ. இன்னைய தேதியில பெண் வீட்டாக அவங்க எல்லாம் போடக்கூடிய மாப்பிள்ளை பார்க்கறது அல்லது பொண்ணை பார்க்க மாப்பிள்ளை வீட்டுல வராங்க அல்லது ஒரு அலைன்ஸ் வருது, நான் என்னென்ன கண்டிஷன்ஸ் போடுறேன். பேப்பர் பேனாவும் ரெடியா எடுத்து வச்சிருக்கீங்களா? நோட் பண்ணிக்கோங்க. பையன் நல்ல உத்தியோகத்துல இருக்கணும் சார், ஒழுக்கமா இருக்கணும், நல்ல அழகா இருக்கும். போதுமே. അഴക്, നല്ല സ്വഭാവം, അങ്ങനെ നല്ല എല്ലാ സെറ്റപ്പും ഉണ്ട്. அப்படின்னு பார்த்தா எனக்கு எப்படியோ கல்யாணம் ஆயிருக்கணும். ஏன் ஆகல அப்படின்றது வந்துட்டு பர்முடா ட்ரையாங்கிளை விட பெரிய மிஸ்ட்ரியா இருக்கு. எல்லாமே இருக்கு. நல்லா அழகா இருக்காரு மாப்பிள்ளை, நல்ல உத்தியோகத்துல இருக்காரு, நல்ல ஒழுக்கமா இருக்காரு. ஃப்ரெண்ட்ஸ், எனக்கே சிரிப்பு வருது. மூணுத்துல ஏதோ 2 இருக்கு இல்லையா? ஆனா மூணுக்கு எனக்கு வர மாப்பிள்ளை மெயினா வந்து எனக்கு அழகா இருக்கணும், என் பொண்ணுக்கு ஈக்குவலா இருக்கணும். ஒன்னும் ஆசைப்படுற மாதிரி தெரியலையா? என்ன ஆண்டி? எம்எஸ் படிச்சிருக்கணும். எம்எஸ் படிச்சிருக்கணும். கிரீன் கார்டு ஹோல்டரா இருக்கணும் யுஎஸ்ல. ஓகே, கிரீன் கார்டு ஹோல்டர் எம்எஸ். நீங்க என்ன கார்டு ஹோல்டர்? ഗ്രീൻ കാർഡ് ഹോൾഡർ. യുഎസില് ജോബ് ഉണ്ടാവണം, ഗ്രീൻ കാർഡ് വേണം. ഇവര് ഗ്രീൻ കാർഡിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? പയ്യൻ അവിടെ EMI ലോണൊക്കെ അടച്ച് അവനവന്റെ ജോലി നോക്കിയിരിക്കുമ്പോ ഇവര് അവിടെ അടിച്ച് പൊളിച്ച് ഇവർക്ക് ഇരിക്കണമെന്നാണ് ഇവരുടെ വിചാരം. ஆதார் கார்டு ஹோல்டர். ஒரு ஆதார் கார்டு ஹோல்டருக்கு ஒரு ஆதார் கார்டு ஹோல்டர் தான் கரெக்டா இருக்கும். ஒரே நிமிஷம். കറക്റ്റ്. ഒരു യുഎസിൽ പോയി ഗ്രീൻ കാർഡ് ഹോൾഡർ ഉള്ള ഒരാളെ കല്യാണം കഴിക്കണം. എന്നാ പുള്ളിക്കാരുടെ കയ്യിൽ എന്താ ഉള്ളത്? ആധാർ കാർഡ്. അപ്പൊ അതെങ്ങനെ ശരിയാവും? പുള്ളിക്കാരിക്ക് വെളിയിൽ പോയി സമ്പാദിക്കണമെങ്കിൽ പുള്ളിക്കാരില്ലേ പോയി സമ്പാദിക്കണ്ടേ? അതിന് പയ്യനെ പിടിക്കുന്നത് എന്തിനാ? അതാണ് ചോദ്യം. இந்த கிரீன் கார்டு போதுமா? சிட்டிசன்ஷிப்பும் கிரீன் தான், ஸ்மார்ட் கார்டும் கிரீன் தான். പാൻ കാർഡ് എവിടെ? പാൻ കാർഡും ഗ്രീനാ. എന്തെങ്കിലും ഗ്രീൻ കാർഡ് ഉണ്ട് വരുന്നോ ആരെങ്കിലും എന്ന് ഞാൻ ചോദിക്കും. ഗ്രീൻ കാർഡ് അതും ഗ്രീനാ, പാൻ കാർഡ് ഗ്രീനാ, ഇലക്ഷൻ കാർഡ് ഗ്രീനാണ്. അത് പോട്ടെ. ഗ്രീൻ കാർഡ് എന്തെങ്കിലും ഉണ്ട്, പാൻ കാർഡാന്നേ ഉള്ളൂ. പ്യുവർ ഇന്ത്യൻ ആണ് ഞങ്ങൾ. சோ இது ஒரு லூப் ஹோல். ஒரு பொண்ணு வந்துட்டு கிரீன் கார்டு இருக்கிற மாப்பிள்ளை தான் கல்யாணம் பண்ணிப்பா அப்படின்னு சொன்னாங்கன்னா என்கிட்ட இருக்கே அப்படின்னு சொல்லுங்க. கல்யாணத்துக்கு முந்தின நாள் ஏன் கிரீன் கார்டை காட்டு அப்படின்னு சொன்னாங்கன்னா ஸ்மார்ட் கார்டை காட்டுங்க. ഗ്രീൻ കാർഡ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പാൻ കാർഡ് കാണിക്കുക, എന്തെങ്കിലും ഗ്രീൻ കാർഡ് ഉണ്ട്, അതാണ് കറക്റ്റ്, അതും ഗ്രീൻ ആണ്. ഗ്രീൻ കാർഡ് എന്നേ പറഞ്ഞുള്ളൂ. ഏത് കാർഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കാർഡ് വേണമെന്നേ പറഞ്ഞുള്ളൂ. നമ്മുടെ ഇഷ്ടം പോലെ ഗ്രീൻ കാർഡ് ഉണ്ട്, ഉള്ള ഗ്രീൻ കാർഡ് എടുത്ത് കാണിക്കുക, എന്തെങ്കിലും ഗ്രീൻ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുക. ദാറ്റ്സ് ഓൾ മാം.
இங்க லெவல் ஆஃப் எக்ஸ்போஷர்ங்கிறது வேற மாதிரி இருக்கு. சோ நான் சென்னையில இருந்து பேசிக்கலா கிடையாது. சோ அவங்க கிட்ட போய் அவங்க ரொம்ப பெரிய பெரிய புட் பண்ணாங்கன்னா என்ன பண்றது அப்படின்னு கேக்குறீங்களா? பையன் சென்னையில இருந்து இருக்கக்கூடாது, ஏன்னு தெரியல, ஆனா இருக்கக்கூடாது. இன்னைக்கு சென்னையில இருந்து இருக்கக்கூடாதுன்னு சொல்லுவீங்க, நாளைக்கு இந்த பிளானட்ல இருந்து இருக்கக்கூடாது, செவ்வாய் கிரகத்துல இருந்து இருக்கணும் அப்படின்னு. நல்லா இருக்கு, சூப்பர். லெவல் ஆஃப் எக்ஸ்போஷர் அவங்களுக்கு அதிகமா இருக்கு, எனக்கு கம்மியா இருந்தா அது ஒரு டீக்ரேடிங் ஃபேக்டரா எனக்கு இருக்கும். நல்லா இருக்குல்ல இது? அந்த பையனோட எக்ஸ்போஷர் லெவல் ஹையா இருந்துட்டு எனக்கு கம்மியா இருந்தா டீக்ரேடிங் ஃபேக்டரா இருக்கும்னா அதுக்கு டீக்ரேடிங் ஃபேக்டர் கிடையாது. ஈகோ. ஹஸ்பண்டோ ஒய்ஃபோ உங்களோட ஜாஸ்தியா சம்பாதிக்கிறாங்க இல்ல உங்களோட ஜாஸ்தியா படிச்சிருக்காங்க அப்படின்னா இந்த மாதிரி ஒரு ஈகோஸ்டிக் மைண்ட் செட் எனக்கு இருக்குதுங்க அப்படின்னு நீங்க தெரபிஸ்ட் தான் போய் விசிட் பண்ணுமே தவிர மேட்ரிமோனிக்கு வரக்கூடாது. 1.5 lakhs கண்டிப்பா நெட் salary இருக்கணும். இட்ஸ் நாட் a gross. நீ ஊர்த்தமா உன் நல்ல மனசுக்கு நீ தான் ஜெயிப்ப. அப்புறம் வந்துட்டு கார் இருக்கணும். ஓகே, கார் இருக்கணும். எஸ். அப்புறம் இண்டிவிஜுவல் ஹவுஸ் இருக்கணும். இந்த மூணு இருந்து ஆஃப்டர் மேரேஜ் பொண்டாட்டி இருந்தா ஓகேவா? இல்ல கேக்குறேன் மேடம், இவ்வளவு இருக்கிறவன் வந்து கண்டிப்பா ஒரு 35-40 வயசுக்கு இருப்பான். നെറ്റ് സാലറി ഇത്ര ലക്ഷം രൂപ വേണം, ഇൻഡിവിജ്വൽ ഹൗസ് വേണം. ഇപ്പൊ പറയുന്ന രീതി മാന്യമായിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇനി ഇൻഡിവിജ്വൽ ഹൗസ് വേണം, ഏതോ വലിയ ഐശ്വര്യ റായ് കണ്ടായി വെളിയിൽ പോയി പഠിച്ച ഒരാൾ പോലെ സംസാരിക്കുന്നത്. പിന്നെന്താണ്, EMI പാടില്ല, ലോൺ പാടില്ല, ഒന്നും പാടില്ല, ക്ലീൻ ആയിരിക്കണം. മുകേഷ് അംബാനിയുടെ കുടുംബത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് സെറ്റ് ആവത്തുള്ളൂ. പക്ഷെ മുകേഷ് അംബാനി ഓൾറെഡി മക്കളെല്ലാം ഓൾറെഡി സെറ്റായി. ഇതൊന്നും താണ്ടി വേണമെന്നുണ്ടെങ്കിൽ 35 വയസ്സ് 40 ഒരു സെറ്റിൽമെന്റിൽ എത്താനായിട്ട് മിക്ക ആൺപിള്ളേരും 25ാമത്തെ വയസ്സിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കഴിയും ആ പയ്യൻ നല്ല രീതിയിൽ സമ്പാദിച്ച ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ 26 വയസ്സായിട്ട് തെണ്ടി തിരിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഈ സമയത്ത് 30 വയസ്സിനുള്ളിൽ കെട്ടിക്കുകയും വേണം. പെൺപിള്ളേരെ വരുന്ന പയ്യന് 1 ലക്ഷം രൂപ മാസ ശമ്പളം മിനിമം വേണം. അതില്ലെന്നുണ്ടെങ്കിൽ ഇതില് ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ഹൈ വാല്യൂ മെൻ ആണ്. നമ്മളെ പോലുള്ള ആവറേജ് മെൻ അല്ലാന്നെങ്കിൽ 80% ഉള്ളത് ഞങ്ങളെ പോലുള്ള ആവറേജ് പിള്ളേരാണ്. ഞങ്ങളെ പോലുള്ള ആവറേജ് പിള്ളേർക്ക് 80% ഉള്ള പിള്ളേർക്ക് പെണ്ണ് തരത്തില്ല. ഒൺലി ഹൈ വാല്യൂ മെൻ. ഏകദേശം പിടിയിട്ട് തുടങ്ങി എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നുള്ള ഇത് കേട്ടോ. പറ, അച്ഛന്റെ റിയാക്ഷൻ വേണ്ടിട്ടാ ഇരിക്കുന്നത്. പറ. ഇത് പെൺകുട്ടികളെയും മക്കളെയും വിൽക്കാൻ വേണ്ടി വെക്കുന്ന ഗാർഡിയൻസിന്റെ മക്കളുടെ അടുത്ത് പോകാതിരിക്കുന്നത് ഞാൻ പറഞ്ഞു. ബെറ്റർ ഗോ ടു സം മദർ ഗുഡ് ഫാമിലി, മേ ബി പോർ ബട്ട് ദേ വിൽ ബി സിൻസിയർ ടു യു. അതൊരു നല്ലൊരു ഉദാഹരണമാണ്. പക്ഷെ ഈ പുവർ ഫാമിലിയിലുള്ള ആളുകളാണ് ഈ പറയുന്നത് കൂടുതൽ. അല്ല, പക്ഷേ പുവർ അല്ല, ആവറേജ്. ആവറേജ് നമ്മൾ എപ്പോഴും ആവറേജ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും നോക്കുന്നത് ഈ സ്റ്റാറ്റസ് ഉള്ള ലെവലിലേക്ക്. നമ്മൾ ആമ്പിള്ളേരെ സംബന്ധിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര രൂപ സാലറി ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എത്ര? 25 സമ്പാദിക്കുന്നത് 50 സമ്പാദിക്കണം. നാച്ചുറൽ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതൊന്നും ഒരു കുഴപ്പമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി മാനെ കാണുമ്പോൾ എനിക്ക് കോപ്പി അടിക്കാൻ പറ്റുന്നില്ല, ഞാൻ ബിരിയാണി മാനാവട്ടെ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുമിച്ച് ഒരു ഇതിലേക്ക് സമ്പാദിച്ച് ഇതിലെ ഒരു നല്ലൊരു ലൈഫിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് ആ ഒരു റിയലൈസേഷൻ ലൈഫിനെ കുറിച്ച് ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പം പെമ്പിള്ളാരുടെ ഈ ഏജിലുള്ള പെമ്പിള്ളാർ പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന ആണ് വേണം, ഇവിടുന്ന് വരുന്ന ആണ് വേണം, എത്ര രൂപ വേണമെന്ന് പറയുന്നത് അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഡ്രീം സ്റ്റേറ്റ് എന്ന് പറയാം. ഈ പ്രായമായ ആളുകൾ, ഇത്ര എക്സ്പീരിയൻസ് കഴിഞ്ഞ അവര് ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പാട്, എഗ്രി ചെയ്യുന്നു. മക്കൾക്ക് അത് വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാനല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് മാക്സിമം എൻജോയ് ചെയ്തില്ല ആ രീതിയിലുള്ള ഇൻകം അവർക്ക് കിട്ടണം. നേരെ ജീവിക്കണം എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ഇപ്പൊ മനസ്സിലായോ ഗൈസ്? ഞാൻ മാത്രമല്ല, എന്റെ അച്ഛൻ മാത്രമല്ല, നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിക്കുക. കറക്റ്റ് ആണ്, എസ്പെഷ്യലി ടു ഗൈസ്. കറക്റ്റ് ആണ്. இருக்கிற விஷயங்கள் தான் இதெல்லாம். சோ கண்டிப்பா அவங்க பொண்டாட்டியே இருக்கும். நிறைய சுகர் டாடிஸ் இருக்காங்க. they will consider. இந்த மூணு இருந்து after marriage if possible ஏதாவது abroadல இது கிடைச்சதுன்னா they have to go and settle over there. ஆண்டி ஜாதியை மென்ஷன் பண்ணி விட்டீங்க. உங்க பாவா இருக்கணுமா இல்ல வேற பாவா இருந்தா கூட பரவாயில்லையா? அடக்கா. കാശ് ഉണ്ടെങ്കിൽ ജാതി മതം വിഷയമില്ല. കാശ് ഇല്ലെങ്കിൽ ജാതി മതം സ്റ്റേറ്റസ് ക്ലാസ് എല്ലാം നോക്കി ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇത് നോക്കി കെട്ടിച്ചു വിടത്തുള്ളൂ. കാശുണ്ടോ പെണ്ണുണ്ട്. സോ ഗൈസ്, നമ്മുടെ മറ്റേ മുതൽവനത്തെ പാട്ടിനകത്തെ കൂട്ട് നോ ടു ലവ്, എസ് ടു കരിയർ, എസ് ടു ജോബ്, എസ് ടു മണി. വിൽ സീ വാട്ട് ഹാപ്പൻസ്. காசு இருக்கே, காசு இருந்தா எந்த பாவா இருந்தாலும் பரவாயில்லை இல்லையா? என்ன சொல்றது? என் பொண்ணுக்கு நான் மாப்பிள்ளை பார்த்தேன்னா அவர் பிசினஸ் மேனா இருக்கணும்.
பிசினஸ் மேனா இருக்கு. கண்டிப்பா. பாத்தீங்களா கைஸ், ஒரு யங் ஆண்டர்பிரினர் தான் வேணும் அப்படின்றாரு. கண்டிப்பா இதை நம்ம அப்ரிஷியேட் பண்ணியே ஆகணும். ഒരു യങ് എന്റർപ്രിനർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യണം. இந்த பிசினஸ் மேனா இருந்தா அவங்க அப்பாவும் பிசினஸ் பண்ணியிருக்கணும். ഞാൻ തിരിച്ചെടുത്തു ഗൈസ്. ஓஹோ, இது நமக்கு மேட்ரு எதிர்பார்க்கறது போல. அவசரப்பட்டுட்டேன். கேட்பான், என்ன சொல்றாருன்னு கேட்பான். சோ இது வந்து பரம்பரையா பிசினஸ் பண்ணிருக்கணும். ஆமா. நல்லி குப்புசாமி செட்டி ஓகேங்களா, இல்ல அம்பானி குடும்பம் ஓகேங்களா, இந்த ரெண்டு குடும்பத்துல எது வேணும் அப்படின்னு சொன்னீங்கன்னா நம்ம வந்துட்டு ஆர்டர் பண்ணிடலாம். இமிடியேட் புக்கிங் தான். சரி, அவன் பரம்பரையா பிசினஸ் பண்றான், ஓகே. பரம்பரை நீங்க என்ன பண்ணிட்டு இருக்கீங்க அப்படின்னு கேட்டா அங்கிள் என்ன சொல்லுவாரு, உங்களுக்கு தான் வெயிட் பண்ணிட்டு இருக்கேன் அப்படின்னு. சுயமா சிந்திக்கிறோம். மத்தவங்க எல்லாம் வந்து பக்கத்து வீட்டுக்காரர் பேச்சதான் கேட்டுக்கிட்டு இருக்காங்க. ஆனா மாப்பிள்ள அவர் சொல்ற பேச்ச அவரே கேட்கணும். ஓகேவா? விஜய் நான் ஃபேனலா இருக்க கூடாது. கொஞ்சம் நேர்மை இருக்கணும். உங்க அப்பாவோட ரெண்டே பாயிண்ட் தான் சொன்னாரு. சுயமா சிந்திக்கிறவனா இருக்கணும், நேர்மையா இருக்கணும். கருப்பா சிவப்பா நெட்டையா குட்டையா எதுவுமே சொல்ல மனுஷன். ഒരു പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞതല്ലോ വീണ്ടും. അത് വേറെ, ഇത് അടുത്ത ആള്. സ്വയം ചിന്തിച്ച് ഡിസിഷൻ എടുക്കാനും റെസ്പോൺസിബിലിറ്റി എടുക്കാനും കഴിയുന്ന ഒരാളായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അതാണ് അച്ഛന്റെ ഡിമാൻഡ് ആ പെണ്ണിന്. അതെ. പക്ഷേ ഈ സ്വയം ചിന്തിക്കുകയും എല്ലാം ചെയ്യുമെങ്കിലും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അത് ലിവിങ് ടുഗദറിൽ കൂടെയുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല, അല്ലാതുള്ള പെരുമാറ്റത്തിൽ കൂടെ അവൾ എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കണം. മോളുടെ അച്ഛനാണ് പറയുന്നത്. അവൻ അതെ. അപ്പൊ അവനല്ലേ അങ്ങനെയുള്ളിടത്ത്, അല്ലെങ്കിൽ ഇത് ബോംബെ സ്ട്രീറ്റിൽ പെൺകുട്ടികളെ വിൽക്കുന്ന പോലെ ആയിപ്പോ സെല്ലി. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിൽക്കുന്നു, കൂടുതൽ പൈസ ഉള്ളവർക്ക് വിൽക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത് കല്യാണം നടക്കുന്നത്. പക്ഷെ അതൊരിക്കലും സേവമല്ല, ധാർമ്മികമല്ല. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുവെച്ച് പട്ടിണി ഇതായിട്ട് പോകുന്നത് വേണമെന്നില്ല. പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചർച്ചയിൽ കൂടെ തീരുമാനിക്കാൻ മാറ്റാവുന്ന. ലൈഫിൽ എന്ത് വന്നാലും ഒരുമിച്ച് നേരിട്ട് പരസ്പരം കഴിവ് വേണം. എക്സാക്ട്ലി, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. ആസ് ഒരാണ് ഈ ഒരു ഏജിലുള്ള ഇപ്പോഴത്തെ ജനറേഷൻ വളരെ ഇതായിട്ടുള്ള ആൾക്കാർ പറയാം, എത്ര രൂപ നിങ്ങൾ സാലറി മേടിക്കുന്നു ഇത് മേടിക്കുന്നു നമ്മളത് നോക്കത്തില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്വാതന്ത്ര്യം എല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മളുടെ ഒരു ഇതിലേക്ക് എങ്ങനെ ഒരു പ്രശ്നം വന്ന് ഒരുമിച്ച് നേരിടുമോ, എന്താണ് റെസ്പോൺസിബിലിറ്റി, ലിവിങ് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം അതിനെ പരസ്പരം നർച്ചർ ചെയ്യാനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുമുള്ള പക്വത, ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് രണ്ട് സൈഡും ഉണ്ട്. ഒരേ സൈഡ് ഞാൻ പെൺകുട്ടികളെ മാത്രം ചൂസ് ചെയ്ത് പറയുന്നതല്ല, പെൺകുട്ടികളുടെ സൈഡിലും ആൺപിള്ളേരുടെ സൈഡിലും ഇതിന്റെ രണ്ടിന്റെയും പ്രശ്നങ്ങളുണ്ട്. സോ ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എ മാരേജ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്കി നിങ്ങൾ സമ്പാദിക്കുന്നത്, വീടുണ്ടാക്കുന്നത്, ഇതെല്ലാം കാർ വാങ്ങുന്നത് എല്ലാം ചേർന്ന് ചെയ്യാവുന്ന, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് 30 വയസ്സിനുള്ളിൽ അവിടുത്തെ ഇന്ന ഇത് ഒരു ലൈഫ് ജീവിക്കണമെന്നുള്ളത്, ആ ഒരു തോട്ട് ആസ് എ ഫിലിം പേഴ്സൺ എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത കാര്യം. എന്നാലും പറയാം, സിനിമ കണ്ട് അത് ചിന്തിക്കരുത്. ഞാൻ സിനിമക്കാരനായതുകൊണ്ട് പറയുന്നത്. പറയാം. അപ്പൊ നിങ്ങള് ഇങ്ങനൊരു കല്യാണം അറേഞ്ച് ചെയ്തു, പിന്നെ കമ്പനി ഉള്ളവരാണ്, അതുപോലെ പരിചയമുള്ളവരാണ്, എല്ലാ രീതിയിലും ആരുടെ രീതിയിൽ നിങ്ങളൊരു പെൺകുട്ടിക്ക് കല്യാണം, നാളെ ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോയിന്റ് അതില്ല, അത് പ്രശ്നമില്ല. ഇവന്റെ ഇട്ടിട്ട് പോകും. ഇല്ല, അവിടെ ഒരു കാര്യമുണ്ട്, ജാതി. എന്റെ ജാതിയിലുള്ള ആളല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഞങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെയാണ് പേരൻസ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഇതിനകത്തൊരു ചോദ്യം വരും. ഞാൻ ഈ വീഡിയോ ഓൾറെഡി കണ്ടാണ്, അച്ഛന് വേണ്ടി റിയാക്ട് ചെയ്യുന്നുള്ളത്. അച്ഛനെ കൊണ്ട് എങ്ങനെയാണ് അച്ഛന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇന്ന് കാണുന്നത്. ഇതിനകത്തൊരു കാര്യം വരുന്നുണ്ട്. അതായത് പയ്യൻ നല്ലതാണോ മോശമാണോ ഒരു വിഷയമില്ല, എന്റെ ജാതിന്ന് കെട്ടുവാണെങ്കിൽ ഒതാണ്. ഇതാണ് പലരുടെയും പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ്. മീൻസ് ഇപ്പൊ ഇന്ന് കല്യാണം കഴിച്ചു എന്ന് വെച്ചോ, അവന്റെ അത്യാവശ്യം സമ്പാദ്യമുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്തുകൊണ്ട് അവൻ വെള്ളം അടിക്കുകയോ ബാക്കിയുള്ള ഇതോ ഒന്നും അവർക്ക് വിഷയമല്ല. എന്റെ ജാതി എന്നാ കെട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ. പെണ്ണിന്റെ വിഷയം, പെണ്ണിന്റെ വീട്ടുകാരുടെ പറയുന്നതാണ്, പെണ്ണെങ്ങനെ അവിടെ പോയാലും ഒരു വിഷയമില്ല, എനിക്ക് എന്റെ കുടുംബ ഗൗരവമാണ് മുഖ്യം. നീ ഇത് കഴിഞ്ഞ് ഫിനാൻഷ്യലി ഇടിഞ്ഞാലും കുഴപ്പമില്ല, ഇപ്പം വെള്ളം അടിച്ചാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, എന്റെ ജാതിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല. ഇതാണ് പെൺപിള്ളേരുടെ പേരൻസിനകത്ത് വന്നിട്ട് പറയുന്നത്. അതാണ് ജാതിയുടെ ഒരു എന്താ പറയുക തെറ്റായ ധാരണയാണത്. அப்ராட்ல படிச்சிருக்கணும், அப்படி இல்லைன்னா அப்ராட் ரிட்டனா இருக்கணும்.
நீங்க எந்த கண்ட்ரி ரிட்டர்ன் மேடம்? நம்ம ஒரு விஷயத்தை எக்ஸ்பெக்ட் பண்றோம்னா நம்ம அந்த விஷயத்தை வந்துட்டு வச்சிருக்கணும் இல்லையா, அந்த விஷயத்தை பண்ணிருக்கணும் இல்லையா. எனக்கு இவங்களை பார்க்கும்போது இங்கிலாந்து ரிட்டர்ன் மாதிரி தான் தெரியுது. பையனும் இங்கிலாந்து ரிட்டர்ன் இல்ல அமெரிக்கா ரிட்டர்ன் தான் நல்லா இருக்கும். கல்யாணம் பண்ண உடனே அப்ராட் கூட்டிட்டு போறவங்களா இருக்கணும். இப்போ நம்ம லோன் எடுத்து படிச்சு அப்ராட்ல போய் வேலை பார்த்துக்கிட்டு இருந்தா ஆயுஸ் முழுக்க நம்ம தான் அந்த லோனை கட்டிக்கிட்டு இருப்போம். இதுவே இதெல்லாம் பண்ண ஒரு பையனை கட்டிட்டோன்னு வச்சுக்கோங்க, ஃப்ரீயா அப்ராட் போயிடலாம். எனக்கு இப்போ 24 ஏஜ் ஆகுது சார். நான் 24 ஏஜ் வரைக்கும் நான் எங்க அம்மா அப்பா கஷ்டப்படுறத நான் பார்க்கறேன். ஃபுல்லா வாடகை வீடு தான். இது வரைக்கும் நாங்க வாடகை வீடு தான். எங்க அம்மா ஆனா இந்த அக்காக்கு கிரீன் கார்டு ஹோல்டர் பையன் தான் வேணும். புரியுதா? என்ன மவனே எப்படி நல்லா நாமம் போடுறாங்களா? பேக தூக்கிட்டு எங்க வருது. அதே கஷ்டம் நான் படக்கூடாது. அதே கஷ்டம் நீங்க படக்கூடாதுன்னா நீங்க வேலைக்கு போகணும். நீ கிரீன் கார்டு ஹோல்டரா இருக்கணும். உங்களால ஏன் பண்ண முடியல? அது எனக்கு புரியலையே. இவ்வளவு எக்ஸ்பெக்ட் பண்றீங்க, ரைட்? நானும் பாக்குறேன், பசங்க அது பண்ணும், பசங்க இவ்வளவு சம்பாதிக்கணும், பசங்க இப்படி பசங்க அப்படின்னு. நீங்க ஏன் அதை பண்ண மாட்டேறீங்க? உனக்கு கஷ்டப்பட பிடிக்கல அப்படின்னா நீ முன்னேறு. உங்க லைஃப் நீங்க മുന്നേറ്റണം அப்படின்னா நீங்க தான் வேலைக்கு போகணும். ഇവിടെ പെമ്പിള്ളാരുടെ മനസ്സിലാവാത്ത കാര്യം ഇതാണ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കണം, എല്ലാം വേണം. അത് മീൻസ് ഇൻഡിപെൻഡന്റ് അവർ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമാണ് ഇൻഡിപെൻഡൻസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ജോലിക്ക് പോകുമ്പോ ഇന്ന ആളുടെ ഇതിനേക്കാളും അവരെക്കാളും മേലെ വരണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. വിച്ച് ഇസ് ഓക്കെ, അത് ആയിക്കോട്ടെ, അത് ആയിക്കോട്ടെ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇവർക്ക് ജോലിക്ക് പോകാൻ വേണ്ട എന്ന ഇൻഡിപെൻഡന്റ് വുമൺ ആയിരിക്കാൻ വേണം. മനസ്സിലായോ? പെമ്പിള്ളേരെ ഇട്ട് ഉരുട്ടുന്നത് മനസ്സിലായോ? അതായത് ഇൻഡിപെൻഡന്റ് വുമൺ ആയിട്ട് ജീവിക്കണം. പക്ഷേ ഒരു ഷുഗർ പാത്രം അത് അടപ്പ് തുറന്നു കൊടുക്കണമെങ്കിൽ ആണ് വേണം. നമ്മൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വയം ചിന്തിക്കാൻ എന്താ, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നായി. അറ്റ് ദ സെയിം ടൈം അവരൊരു കാര്യം നമ്മുടെ മീൻസ് സിമ്പിൾ ആയിട്ട് പറയാം. ഒരു കല്യാണത്തിന് പോകുന്നു, രണ്ടുപേരും ഡ്രസ്സപ്പ് ചെയ്ത് വരുന്നു, ഭർത്താവ് പറയുന്നു മറ്റേ കളർ സാരി ആയിരിക്കും നല്ലത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവര് പറയും എനിക്ക് ഇഷ്ടമുള്ള ഇടാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടും. അതേസമയം ഈ ആമ്പിള്ളാര് ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിട്ടോ, അല്ല മാറ്റിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല, അവൻ പോയി മാറ്റിട്ട് വരും. ഇതാണ് അവസ്ഥ. മനസ്സിലായോ? ഇപ്പം ഈ പെണ്ണിന് വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്തുകൊണ്ടാ ചെയ്യുന്നില്ല? എന്നാ ആമ്പിള്ളാർ പുള്ളിക്കാരിക്ക് വെളിയിൽ പോയി സെറ്റിൽ ആവണം. ആ പുള്ളിക്കാരുടെ ജീവിക്കുന്നതിനൊക്കെ കൂടുതൽ ആഗ്രഹം വെളിയിൽ പോയി അവിടെ ചുറ്റി നടന്ന് കറങ്ങി കണ്ടെല്ലാം ആസ്വദിച്ച് ജീവിക്കണം. അതാണ് ഉദ്ദേശം ഗ്രീൻ കാർഡ് ഹോൾഡർ കൊണ്ട്. അല്ലാതെ ഒരു പിന്നെ ആളെ കൂടെ ഇത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഇതാണ് ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ പലയിടത്തെയും അവസ്ഥ. എല്ലാവരും ഒന്നല്ല, ബട്ട് ചില ആളുകൾ பங்கு கொள்ள மாட்டேன், சந்தோஷத்துல மட்டும் பங்கு கொள்ளுவேன், பங்கு கொள்ள மாட்டேங்கிறது தப்பு. லாபமா நஷ்டமா ரெண்டு பேரும் சேர்ந்து செய்யுங்க. அது எப்படி அடிக்க முடியும்? நான் எப்படி வந்துட்டு துக்கத்திலையும் வந்துட்டு பங்கெடுத்துக்க முடியும்? எனக்கு கிரீன் கார்டு கட்ச உடனே நான் என்ன பண்ண போறேன், அங்க ஃபார்வர்ட் போயிட்டு மெடிக்யூர் பெடிக்யூர் எல்லாம் பண்ணிட்டு நான் ஜாலியா இருக்க போறேன். அவன் வந்து ஹோம் லோனை கட்டுறான், எஜுகேஷன் லோனை கட்டுறான். why am I bothered on what the fuck? போயிட்டு கஷ்டப்பட்டு இஎம்ஐ கட்டி அதனால ஒரு பெரிய சண்டை வந்து அந்த மாதிரி ஒரு இதுக்காக நம்ம அவங்களுக்கு கல்யாணம் பண்ணி கொடுக்கல. நம்ம வந்து அங்க போற பசங்க வந்து நல்லபடியா சந்தோஷமா இருக்கணும்ன்ற ஒரே ஒரு ரீசனுக்காக தான் நம்ம கல்யாணம் பண்ணி கொடுக்குறோம். சூப்பரான பாயிண்ட். அதுக்கு நான் என்ன சொல்றேன்னா, அது ஏன் பையன் கிட்ட எக்ஸ்பெக்ட் பண்றீங்க? பொண்ணு எடுத்துட்டு வந்துட்டுமே அத நீங்க சொன்ன அந்த 1.5 லட்சம் ரூபாய், நீங்க சொன்ன அந்த வீடு கார் எல்லாமே நீங்களே கொடுத்துட்டீங்கன்னா அப்போ அதே சந்தோஷம் தான் இருக்க போகுது. ஏன் அது மாப்பிள்ளை கொடுத்தாதான் சந்தோஷம், நீங்க கொடுத்தா சந்தோஷம் இல்லைன்னு நினைக்கிறீங்க? we will accept it. கழிக்க இருந்த பையனை கல்யாணம் பண்ணிட்டீங்களா? ഓക്കെ, ഷോ അല്ല, ഇത് പബ്ലിക് ഇന്റർവ്യൂ പോലെ നടക്കുന്നതാണ്. ഇത് കേരളത്തിലുണ്ട്. അത് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, കേരളത്തിലെ കുറച്ച് പബ്ലിക് ഇന്റർവ്യൂവിന്റെ സാധനം. ഈ പെൺകുട്ടി ഇതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പെൺകുട്ടി. കേട്ടോ, മറുപടി കേട്ടോ. வழுக்க விழுந்திருக்கு, வழுக்க விழக்கூடாதுலாம் நம்ம பார்க்க கூடாது. இப்ப பாக்குற பையனுக்கு கல்யாணம் ஆயிட்ட பிறகு வழுக்க வந்துச்சுன்னா என்ன பண்ணுவீங்க? சோ நீங்க மனசதான் பார்க்கணும். இந்த டோலி யாருன்னு யாராச்சும் கண்டுபிடிச்சு சொல்லுங்க. ஏன்னா கண்ணகி சிலை பக்கத்துல இவங்களுக்கு கண்டிப்பா ஒரு சிலை வச்சே தீர்றாங்க. இப்படி ஒரு எக்ஸாம்பிள் தான் மற்ற பெண்களுக்கு தேவை. நமக்குன்னு ஒண்ணு இருக்குல்ல. இப்போ எப்படி சொல்றது, நம்ம வெளியெல்லாம் போகும்போது நமக்குன்னு இவங்க கூட போனா இப்படி இருக்கணும், யாரு கெத்தா இருக்கணும் அப்படின்னு நமக்கு தோணும்ல. ஏன் உங்களுக்கு கெத்துன்னு கை இப்படி போகுது? ஓ, ஹைட்டா இருக்கணுமா? அதுக்கு நம்ம ஒரு 6 அடிக்கு இருந்தா ஹைட்டான பாய் ஃப்ரெண்ட் எக்ஸ்பெக்ட் பண்ணலாம். ஃப்ரெண்ட்ஸ் அது கலாய்க்கிறது ஃப்ரெண்ட்ஸ்குள்ள மேபி இருக்கலாம். ஆனா வந்து நம்ம கப்பலா ஒரு பார்ட்னரா வந்து சூஸ் பண்றோம் அப்படின்னா நம்ம அந்த மாதிரி பண்ணக்கூடாது. இன்கேஸ் more reasons why we need a seller of this dolly. மெரினா பீச்லயே இல்ல, நம்ம என்ன பண்றோம்னா செங்கோட்டைக்கு ஆப்போசிட்ல ஒரு செலை வைக்கிறோம். He should be okay for my father. Caste matters, yeah. Job is not the matter. കാസ്റ്റ് മാറ്റേഴ്സ്. ജാതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് പറയുന്നത്. ജാതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വേറൊന്നും
ഇതുമില്ല. ഇന്ന ജാതിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവന് ജോലിയുണ്ട്, സമ്പാദിച്ചു എല്ലാം ഓക്കെ. ഇന്ന ജാതിന്ന് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പാപ്പരായി കഴിഞ്ഞു കഴിഞ്ഞാലും വിഷയമില്ല. വിഷയമില്ല, അവളിട്ടോ. അപ്പോഴും പേരൻസ് വന്ന് ഇല്ലില്ലില്ലില്ല, നമ്മുടെ കുടുംബ ഗൗരവമാണ്, മറ്റാണ് മറിച്ചാണ്, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ, നമ്മുടെ ജാതിയാണ്. അവിടെ പേരൻസ് ചേർത്ത് വെക്കാൻ അവിടെ ആളുണ്ട്. അതേസമയം നല്ല സമ്പാദിക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ അടിച്ചു തുരത്തും പേരൻസ്. ഇത്രയും കേട്ടിടത്തോളം 75% ഓഫ് ദ പ്രോബ്ലം ഗാർഡിയൻസ് തന്നെയാണ്. കുട്ടികളെ ചെറുപ്പത്തിലെ വളർത്തുമ്പോൾ നിങ്ങൾ ഷോയ്ക്ക് ഒന്നും പോകാതെ കുട്ടികളെ നോക്കേണ്ടവരെ നല്ല രീതിയിൽ വളർത്തണം, നല്ലത് പറഞ്ഞു കൊടുക്കണം. പിന്നെ പെൺകുട്ടികളോട് നിങ്ങൾ നാളെ അമേരിക്കൻ പ്രസിഡന്റ് മോന് നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇമ്പോസിബിൾ. നിങ്ങളെന്ത് ചെയ്യും? പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ കോടിക്കണക്കിന് പൈസ കിട്ടുമായിരിക്കും, നാളെ ഒരു ഷെയർ മാറ്റി ക്രാഷായി കഴിഞ്ഞാൽ അതെല്ലാം പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, ഇവര് മനസ്സിലാക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ്, തീർച്ചയായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീട്ടിലെ ഗാർഡിയൻസിനെക്കാട്ടിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ദുഃഖമാണേലും സുഖമാണേലും രണ്ടുപേരും ഒരു ഷെയർ ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. അല്ല ഞാനാണ് വലുത്, എനിക്ക് അവിടെ പോകണം, പോരാ, ഇല്ലെങ്കിൽ ഭർത്താവ് പോരാ എന്നുള്ള രീതിയിൽ ഒരിക്കലും പോരാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ കല്യാണം കഴിച്ചാണ്, പക്ഷെ വൺസ് യു മാരി അവിടെ അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാനൊന്ന് റീഫ്രേസ് ചെയ്യാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറയുന്നില്ല, അതിന് വേറെ പല അർത്ഥങ്ങളും ഇപ്പൊ സൊസൈറ്റിയിലുള്ളതുകൊണ്ട് പറയാം. പക്ഷേ മറ്റേത്, അതായത് ഞാൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന സംഭവം വിടുക, നമ്മൾ, അതാണ് ആ ആറ്റിറ്റ്യൂഡാണ് വരേണ്ടത്. അതായത് എപ്പോഴും സദ്ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൾവേസ് റിമൈൻഡ് യുവർ സെൽഫ് ദാറ്റ് യുവർ സിഗ്നിഫിക്കന്റ് അതർ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ യു. ആ ഒരു ലെവൽ ഓഫ് റെസ്പെക്റ്റും കാര്യങ്ങളും വന്നാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ്, അവിടെ ഈഗോ ഉണ്ടാവില്ല, കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. യു വിൽ സോർട്ട് ഔട്ട് തിങ്സ്. ഇവിടെ എൻ്റെ ആഗ്രഹം, എൻ്റെ ഇഷ്ടം, നീ ആര് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. യു ഹാവ് ടു ഫേസ് ദാറ്റ് റിയാലിറ്റി ഓഫ് ലൈഫ്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു മിനിറ്റ് കൂടെ എളുപ്പത്തിൽ. പിന്നെ നിങ്ങൾക്ക് ഹ്യൂമൻ റേസിനുള്ള ഒരു പ്രധാന ഒരു അഡ്വൈസ് തരാനുള്ള കാരണം, നേച്ചർ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകണം, അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവണം, ആൾക്കാർ ഉണ്ടായിരിക്കണം. ഭൂലോകത്തില്ലെങ്കിൽ ഇതെല്ലാം കൊളാപ്സ് ചെയ്യും. ആരും ഉണ്ടാവില്ല, പോകും തന്നെ പോകും. காஸ்ட் மேட்டர் நான் சொல்லிச்சல பொண்ணு. Yeah. It's okay for my father. Caste matters, yeah. Job is not the matter, caste matters. I don't care, and I'll be working. அப்ப வேலைக்கே போறேன். ഇതാണ് പെണ്ണ്, ഇതാണ് വേണ്ടത്. അപ്പൊ ഞാൻ ജോലിക്ക് പോകും, എന്റെ ഹസ്ബൻഡിന് ജോലി ഇല്ലാതാവുന്ന സിറ്റുവേഷൻ വന്നാലും ഞാൻ ജോലിക്ക് പോകും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇതിൽ പോയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് അറിയാവുന്ന കുറച്ച് പെൺപിള്ളേർ, ഇതുപോലത്തെ പെൺകുട്ടികളാണ് നമുക്ക് വേണ്ടത്. proud that so many girls are very optimistic. நான் வந்து மேபி இந்த வீடியோ அதெல்லாம் காமிச்சிருக்க மாட்டேன், பட் நான் பார்க்கறது நிறைய பெண்கள் வந்து இதே பாயிண்ட் தான் சொல்றாங்க. பரவாயில்ல, அதெல்லாம் பிரச்சனை இல்லை, நான் வேலைக்கு போவேன்னு சொல்றாங்க. These are the future women I look up to. எனக்கு ஒரே விஷயம் புரியல, என்னன்னா பெண்கள் வந்துட்டு பையன் அப்படி இருக்கணும், பையன் இப்படி இருக்கணும், பையனுக்கு சொந்த வீடு இருக்கணும், இவங்க சம்பாதிக்கணும், கார் இருக்கணும், பைக் இருக்கணும், கிரீன் கார்டு இருக்கணும் அப்படின்ட்டுலாம் வந்துட்டு சொல்றாங்க இல்லையா? இதெல்லாம் வந்து எக்ஸ்பெக்டேஷனுக்குள்ள வந்துருது. அதுவே ஒரு பையன் வந்து ஒரு பொண்ணு மாசத்துக்கு இவ்வளவு சம்பாதிக்கணும், இல்லைங்க வேலைக்கு போக மாட்டேங்கிறா அப்படின்னா ஓகேங்க, ஒரு 200 பவுண்ட்ஸ் கோல்டு கொடுத்துருங்க அப்படின்னு சொல்றான், ஒரு வீடு கொடுத்துருங்க, ஒரு கார் கொடுத்துருங்க, பைக் கொடுத்துருங்கன்னு ஒரு பையன் சொல்றான் ஒரு பொண்ணு வீட்டுக்கிட்ட அப்படின்னா அதுக்கு பேர் டௌரி. இந்த டிஃபரன்ஸ் ஏன் அப்படின்னு எனக்கு சத்தியமா புரியல. ഇതൊരു ചോദ്യം, ഇതിന് ആർക്കും ഉത്തരവില്ല. പെണ്ണിന്റെ വീട്ടുകാർ പയ്യന് ഇത്ര രൂപ ശമ്പളം വേണം, സ്വന്തമായിട്ട് കാറ് വേണം, വീട് വേണം, സ്വഭാവത്തിനേക്കാൾ ഉപരി ഇവർ നോക്കുന്ന ഈ സാധനങ്ങളാണ്. കാറ്, വീട്, സാലറി, മറ്റേത് മറിച്ചത്, ഇതെല്ലാം അവർ വെക്കുമ്പോ എക്സ്പെക്ടേഷൻ. അതേസമയം പെണ്ണിന് സമ്പാദ്യമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് കുട്ടികളുണ്ടല്ലോ, അവരുടെ അടുക്കേന്ന് ഇത്ര ഒരാണ് വന്നിട്ട് ഇപ്പൊ ആരും ചോദിക്കത്തില്ല, ഇൻക്ലൂഡിങ് മീ ആണെങ്കിൽ പറയാം ഐ ഡോണ്ട് കെയർ, ഒരു പെണ്ണ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. എന്നാലും ഫോർ ദ പോയിന്റ് ഓഫ് എ ഡിബേറ്റ്, ലെറ്റ്സ് സേ ഞാൻ വന്ന് ചോദിക്കുകയാണ് പെണ്ണിന്റെ വീട്ടുകാരോട്, എനിക്ക് ഇന്നൊരു കാർ മേടിച്ച് അല്ലെങ്കിൽ ഇന്നൊരു വീട് ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൗറിയായി.
അതല്ല പറഞ്ഞത് ബ്ലെയിം 75% ബ്ലെയിം ഓൺ ദ ഗാർഡിയൻ. അതാണ് പെണ്ണിന്റെ വീട്ടുകാർ ചോദിക്കുമ്പോ എക്സ്പെക്ടേഷൻ, നമ്മളുടെ ഭാഗത്തുനിന്ന് പെണ്ണെത്ര രൂപ സമ്പാദിച്ചെന്ന് ചോദിച്ചാൽ ഡൗറി. അവന്റെ വീട്ടുകാർ കാണിക്കുന്നത് തെറ്റ്, അത് അവരെ കുറ്റം പറയണം. അല്ലാതെ പെണ്ണിന്റെ വീട്ടുകാർക്ക് എക്സ്പെക്ടേഷനേ വേണ്ട, പയ്യനെ കുറിച്ച് അന്വേഷിക്കേ വേണ്ട, എന്ത് തോന്നിയ ദിവസം കാണിച്ചോട്ടെ എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടി പോരാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഈക്വൽ റൈറ്റ്സ് അല്ലെങ്കിൽ വാട്ട് എവർ ദ തിങ് ഈസ്, ഒരു റിലേഷൻഷിപ്പിലേക്ക് രണ്ടുപേർ പോകുമ്പോൾ അവരുടെ ടേംസിനേക്കാൾ ഉപരി നിങ്ങൾ നോക്കുന്നത് സമ്പാദ്യം, മതം, സ്വത്ത്, ഇത് മാത്രമാണെന്നാണ് ഈ വീഡിയോസ് പ്രൂവ് ചെയ്യുന്നത്. ഒരുപാട് എക്സാമ്പിൾ കേരളത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഇത് നല്ല കുട്ടികളെ കെട്ടിയിട്ട് അവസാനം ഡൗറിയുടെ പേരും പറഞ്ഞ് കൊലപാതകം ചെയ്തൊക്കെ ഉണ്ട്. നോട്ട് റിയലി, അല്ലെങ്കിൽ ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്, നോട്ട് റിയലി ഞാൻ ഇല്ലെന്നല്ല, ബട്ട് ഡെഫിനറ്റ്ലി ആയിട്ട് ഉണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെ അവസാനം കുഴിയിൽ കിടക്കും. നിങ്ങൾക്ക് വേറായാലും വാട്ടവർ ബി, പക്ഷെ അവസാന കാലത്ത് നിങ്ങൾ തന്നെ കിടക്കും. மோஸ்ட் பெண்கள் வந்துட்டு ரொம்ப எக்ஸ்பெக்ட் பண்றாங்களோ பசங்க கிட்ட இருந்து அப்படின்னு எனக்கு தோணுது. நான் பர்சனலி டவுரி சிஸ்டம் அண்ட் காஸ்ட் சிஸ்டம்க்கு அகைன்ஸ்டா இருக்கிற ஆளுன்றதுனால எனக்கு இப்படி தோணுதா இல்ல வந்து இது நார்மலான ஒரு விஷயமா கூட எனக்கு தெரியல. பட் ஐ ரியலி டோன்ட் நோ. பொண்ணுங்க கேட்டா அதுக்கு பேர் எக்ஸ்பெக்டேஷன், பசங்க கேட்டா அதுக்கு பேர் டவுரின்னு. டவுரி கேட்கறது தப்பு தான், பட் அது டவுரி ஆயிடுது, இது எக்ஸ்பெக்டேஷன் ஆயிடுது. ஏன் நம்ம ஒரு ஆண்டியை பார்த்தோம் இல்லையா, எவ்வளவு தைரியமா 1.5 lakhs நெட் சேலரி இருக்கணும், நான் என்ன வேணா கேட்கலாம், அது எக்ஸ்பெக்டேஷன் வந்துடும். அதே ஆம்பளை நீ கேட்டீங்கன்னா தான் அது டவுரி ஆயிரும்ன்ற ஒரு திமிரு அண்ட் ஒரு தெனாவெட்ல பண்ற ஒரு செயலா தான் எனக்கு தெரியுது. இவங்க எக்ஸ்பெக்டேஷன்ஸ்லாம் வச்சு பார்த்தா எனக்கு பர்சனலி ஜென்மத்துல கல்யாணம் ஆகாதுன்னு தோணுது. நானும் மோஸ்ட் 90s கிட்ஸ் மாதிரி ஒரு 30-35 வயசு வரைக்கும் சும்மா ஃபன் பண்ணி ஜாலியா இருந்துட்டு அதுக்கப்புறமா காசி ராமேஸ்வரம் போயிட்டு சாமியார் ஆயிடலாம்னு இருக்கேன். நான் எப்படி காசி ராமேஸ்வரம் போக முடியும்? ஓகே, இப்ப பூண்டி வேளாங்கண்ணிக்கு போயிட்டு ஃபாதர் ஆயிடலாம் அப்படின்னு இருக்கேன். என்னோட இந்த டிசிஷன் உங்களுக்கு பிடிச்சிருந்துச்சு அப்படின்னா ബിരിയാണി മാൻ കാസ്റ്റ് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാശി രാമേശ്വരം പോകാൻ പറ്റുന്നില്ല, ഫാദർ ചർച്ച എന്ന് പറഞ്ഞത് അത് ശരിയല്ലല്ലോ. ചിന്തിക്കണം ബ്രോ, അവിടെ പണി വാളും. സോ ഇതാണ്. ഇനി അച്ഛൻ എന്ത് പറയുന്നു, എനിക്ക് പെണ്ണ് കിട്ടാൻ ഇതിന് വല്ല ചാൻസ് ഉണ്ടോ? കേരളത്തിലും ഇതുപോലത്തെ പിള്ളേർ വളർന്ന് ഒരുപാടുണ്ട്, നല്ല പിള്ളേരുണ്ട്, ചീത്ത പിള്ളേർ, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. എക്സ്പെക്ടേഷൻസ് നല്ലതാണ്, അത് രണ്ടുപേർക്കും ഉണ്ടാവും. പക്ഷേ ആ എക്സ്പെക്ടേഷൻസ് ലൈഫ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ് എ വുമൺ? ലെറ്റ്സ് സീ. അങ്ങനെ സംഭവിച്ചാൽ ഈ ചാനലിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ ബിരിയാണി മാൻ പറഞ്ഞതുപോലെ കപ്പിൾ ഗോൾസ് ഞാനും വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവരന്വേഷിക്കില്ല ഇവിടെ നമ്മളെ കുറിച്ച്. അങ്ങനെ പോയാൽ 40ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ സുഖമായിട്ടിരുന്ന് വീഡിയോസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകും. എത്രയോ കുട്ടികളുണ്ടാവും, നല്ല കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും, ഇല്ലെന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ ഇതുപോലെ ചാടി കിടക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവും ഒരു പക്ഷെ. അല്ലാതെ പെൺകുട്ടികളും വീട്ടുകാരുണ്ട്, നല്ല വീട്ടുകാർ എത്രയോ പേരുണ്ട്. അപ്പോ ഗൈസ് അങ്ങനെ വളരെ ലോങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം കട്ട് ചെയ്തൊക്കെ കേട്ടാന്ന് വിചാരിക്കുന്നു. 12 മിനിറ്റ് വീഡിയോയ്ക്ക് ഞങ്ങൾ 30 മിനിറ്റ് റിയാക്ട് ചെയ്തെന്ന് തോന്നുന്നു, വേറൊന്നും കണ്ടല്ല. പോവല്ല, ഇരിക്ക്, ലാസ്റ്റ് സൈൻ ഔട്ട് പറഞ്ഞിട്ട് പോ. വാട്ട് ഫാദർ. വളരെ അമ്മയായിരുന്നു ഇവിടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ഗൈസ് നോ മൈ മദേഴ്സ് നോ മോർ. അതുകൊണ്ട് തന്നെ അച്ഛൻ ആണിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമുക്ക് പ്രണയിച്ച് വളയ്ക്കാനും പരിപാടികളൊന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് ഇവിടേക്ക് അങ്ങ് കാര്യം ഏൽപ്പിച്ചു, നിങ്ങൾ കണ്ടുപിടി ഞാൻ കെട്ടാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കുറെ നമ്മൾ നോക്കുമല്ലോ എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ സോഷ്യൽ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ. അവരും എക്സ്പെക്ടേഷൻ ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ എന്ന് പറയാം, നോട്ട് ഡൗറി. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇതൊരു പഴയ വീഡിയോ ആണ് ബിരിയാണി മാൻ്റെ, ബട്ട് സ്റ്റിൽ റെലവെന്റ് ടു ദിസ് കറന്റ്. 2 വർഷം മുമ്പ് പുള്ളി ചെയ്തതാണ്. 2 വർഷം മുമ്പ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിന്റെ മറ്റൊരു അധ്യായമായിട്ട് മറ്റൊരു ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും കൂടുന്നതാണ്. ഇതിനകത്ത് കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അച്ഛൻ്റെ അഭിപ്രായങ്ങൾ എനിക്കും അറിയാനുണ്ട്. ആസ് വെൽ ആസ് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്, മഹിരാവണൻ.